താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി അവിടെ തമ്പടിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരർത്ഥത്തിൽ നേതൃത്വം കൊടുത്തു വരികയാണ്. അതിന് കേരളത്തിലെ ജനങ്ങളുടെ നന്ദി കൂടി താങ്കളെ അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇപ്പോൾ താങ്കളാണ് ആദ്യമായിട്ട് ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടു എന്നൊരു സൂചന ഇന്ന് ഉച്ചയ്ക്ക് നൽകിയത്. അതൊരു വലിയ ലീഡായിരുന്നു. ഇപ്പോൾ ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇനി ഈ ലോറി ലിഫ്റ്റ് ചെയ്യുമോ പൂർണ്ണമായും? എന്താണ് ഇനി ചെയ്യാനുള്ളത്? ഞാനങ്ങനൊരു പുറത്ത് വന്നപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അകത്തുള്ള ഇവിടുത്തെ ആളുകൾ വല്ലാത്തൊരു എന്നെ കുറിച്ചിട്ട് പല രീതിയിലുള്ള ബ്ലെയിം വന്നു. സത്യത്തിനും അതിനുശേഷം വീണ്ടും ഇവിടുത്തെ കാർവാർ MLA സതീഷ് ശൈൽ തുടക്കം മുതൽ നമ്മളുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ച, മലയാളികൾക്കെന്നും നന്ദി ഉണ്ടാവേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹവും. ഞാനും ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറും SP-യും ഞങ്ങളിവിടെ ജാക്കറ്റ് ധരിച്ച് അതേ നമ്മുടെ ഗംഗാവളി പുഴയിൽ ഈ ലൊക്കേഷൻ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. നല്ല വെള്ളച്ചാട്ടമാണ്. ഈ ബോട്ടിന് മൂവ് ചെയ്യാൻ പോലും ഏറ്റവും വിദഗ്ധരായ ടീമിന് പോലും അത് മൂവ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഏതായാലും നമ്മൾ ദിവസങ്ങളായി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ഞാനൊക്കെ വല്ലാത്ത അത്ഭുതത്തോടു കൂടി കാണുകയാണ്. കോരിച്ചൊരിയുന്ന മഴയ, അതിനിടയിൽ മണ്ണിടിച്ചൽ, പ്രതികൂല കാലാവസ്ഥ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ലോകത്തിന് മാതൃകയായ രീതിയിലാണ് അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കേരളക്കാരുടെ ഈ നമ്മളെയൊക്കെ പ്രിയപ്പെട്ട അർജുനു വേണ്ടി ഇടപെടൽ നടത്തിയത്. ഇവിടെ ആ ഇടപെടൽ ലോകം മുഴുവനും വലിയ രീതിയിലുള്ള ഇത് ശ്രദ്ധയാകർഷിച്ചു എന്ന് മാത്രമല്ല പലരുടെയും കണ്ണു തുറപ്പിക്കാൻ കഴിഞ്ഞു. ആരംഭത്തിൽ 2 ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ ഇതിനൊരു താളം തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് ഏതായാലും അത് ട്രക്ക് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിച്ചു. അതിൻ്റെ മീറ്ററും ഫീറ്റും കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തിയിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. നാളെ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ 10 മണി വരെ അതിൻ്റെ ബേസായിട്ടുള്ള വർക്കുകൾ കൂടി നടക്കുന്നുണ്ട്. കളക്ടറും SP അടക്കം ഉള്ള ആളുകൾ ഔദ്യോഗികമായി ഒരു മീഡിയകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾ 2 MLA-മാരുടെ കൂടെ ഇന്ന് ആദ്യമാണ്. എന്തായാലും നാളെയോടുകൂടി നമ്മളൊക്കെ പ്രാർത്ഥിച്ച, നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ വീട്ടിലെയും അംഗമായി മാറിയ പ്രിയപ്പെട്ട അർജുൻ നമുക്ക് തിരിച്ചു ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇന്നലെ എത്തിയത് ഒരു ബോംബാണെങ്കിൽ ഇന്ന് വീണ്ടും രാത്രിയോടുകൂടി ഒരു ബോംബ് ഇറ്റാച്ച് കൂടി എത്തുന്നുണ്ട്. ബാക്കിയുള്ള ഡ്രോൺ എത്തുന്നുണ്ട്. ആർമിയുടെ എല്ലാ സംവിധാനങ്ങളോടുകൂടി നമുക്ക് നമ്മുടെ അർജുനെ നാളെ കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. അഷ്റഫ്, താങ്കൾ അവിടുത്തെ രക്ഷാ ദൗത്യം കോർഡിനേറ്റ് ചെയ്യുന്നവരുമായി സംസാരിച്ചല്ലോ. നാളെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരു 18-അംഗ ടീം നേവിക്കുണ്ട്, അവരുടെ സ്കൂബ ഡൈവർമാരടക്കമുള്ള ആളുകളുണ്ട്. അവർ വെള്ളത്തിലേക്ക് ഈ ലോറിയുടെ അടുത്തേക്ക് ഇറങ്ങി അവിടെ ആ ക്യാബിൻ പരിശോധിക്കുകയാണോ ചെയ്യുക, അതോ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമോ ഈ ബൂമുകൾ ഉപയോഗിച്ച് ഈ ലോറി ലിഫ്റ്റ് ചെയ്യുക? ലോറി ലിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ടോ? തീർച്ചയായും നമ്മളത് ഒരു ലൊക്കേഷനിൽ പോയി മടങ്ങി വന്നതിന് ശേഷം നല്ല മഴ പെയ്തു. ആ സമയത്ത് ഇവിടുത്തെ DC-യും MLA-യും അവരെ നടത്തുന്ന ചർച്ചയിൽ ഞാനും കൂടി പങ്കെടുത്തിരുന്നു. അതിനിടയിൽ നമ്മുടെ മലയാളിയായ റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം കൂടി ഈ നാളത്തെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിനും ഈ ആഴത്തിലുള്ള നമ്മുടെ ട്രക്ക് കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു എന്നാണ് അറിഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ ഇന്ന് രാവിലെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഇവർ വിളിച്ചേർത്ത അങ്കോല ഇൻ്റർനാഷണൽ ഹോട്ടലിൽ സൂമിലൂടെ വിളിച്ചേർത്ത യോഗത്തിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ്. കേരളത്തിലൊരു MLA എന്ന നിലയ്ക്ക് എന്നെ അവർ പങ്കെടുപ്പിച്ചിരുന്നു. ആ സമയത്തൊക്കെ അവർ പങ്കുവെച്ചൊരു കാര്യം, നിങ്ങളുടെ കേരളത്തിലെ മീഡിയാസ് ഞങ്ങൾ ചെയ്യുന്ന ശ്രമങ്ങളെയൊന്നും കാണുന്നില്ല, ഞങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പരാതി എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ ഡാറ്റ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മീഡിയകൾ ആരും നിങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ടില്ല. നമുക്കൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഒരു മനുഷ്യന് മാത്രമല്ല, ഒരു വലിയ ട്രക്കും 300ഓളം മരക്കഷ്ണങ്ങളുള്ള ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെയൊക്കെ ഫെയിലിയർ അല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അവർ സമ്മതിക്കുന്നതിനിടയിൽ അവർ വലിയ ചാലഞ്ചായി ഇന്ന് എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ അവർ നമ്മളെക്കാളും കൂടുതൽ, കേരളത്തിലെ മീഡിയകളെക്കാളും കൂടുതൽ, കേരളത്തിലെ ജനങ്ങളെക്കാളും കൂടുതൽ അവർ കർണാടകത്തിലെ ഗവൺമെൻറ് എന്ന് പറയാം, അവർ വലിയൊരു ചാലഞ്ചായി ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ആദ്യമായിട്ടാണ് മീഡിയകൾക്ക് മുമ്പിൽ ഇവിടുത്തെ DC വന്നത്, SP വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ 100% റിസൾട്ട് ഉണ്ടാകും. ഞാനിപ്പോൾ ഓരോ ദിവസവും മീഡിയാസിനെ കാണുമ്പോൾ, രാവിലെ പോകുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും. അർജുനെ കണ്ടു കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞ ഒരാളാണ്. ഇന്ന് അതുപോലെയല്ല. തീർച്ചയായും അവരൊക്കെ വല്ലാത്തൊരു ഹാപ്പിയിലാണ്, കഠിന പ്രയത്നത്തിൻ്റെ ഫലം കിട്ടിയ സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്. നാളെ നമുക്ക് എന്തായാലും നമ്മൾ അർജുനെയും
ആ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തു. അതിൻ്റെ കൃത്യമായ അവർ തന്നെ ക്ലാരിഫിക്കേഷൻ അവിടുത്തെ SP കൊടുത്തു, കലക്ടർ പറഞ്ഞു, പിന്നെ ഇവിടുത്തെ സതീഷ് MLA പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ എന്തായാലും ഒരു ഉച്ചയോടുകൂടി നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള 100% പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ്. ഞാനും ഇവിടെ ഈ 5 ദിവസത്തെ എൻ്റെ അനുഭവം വെച്ച് ഇന്ന് എല്ലാം കൊണ്ട് നമുക്കൊരു പോസിറ്റീവായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. തീർച്ചയായും ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ നേരത്തെ തന്നെ ഈ NDRF-ഉം മറ്റും ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ്, അതായത് നദിയിലാണെന്ന് അവർ നേരത്തെ പറഞ്ഞതാണ്, അവിടെയാണ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരാണ് കരയിലുണ്ടാകും, കരയിലാണ് തിരയേണ്ടത്, കരയിലെ മണ്ണ് മാറ്റണമെന്ന് ഇൻസിസ്റ്റ് ചെയ്തത്. അതൊരർത്ഥത്തിൽ മിസ്ലീഡിംഗ് ആയോ? ഒരു പക്ഷേ രക്ഷാപ്രവർത്തകർക്ക്, അതായത് ഈ NDRF അതുപോലെ തന്നെ സേനാ വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് അതൊരു ബുദ്ധിമുട്ടായോ? തീർച്ചയായും അവരത് പറയുന്നുണ്ട്. നമ്മളാണ് വാശി പിടിച്ചത്. നമ്മൾ പറഞ്ഞു ഈ മണ്ണിനടിയിലാണ് നമ്മുടെ ട്രക്ക് ഉള്ളത്, നമ്മുടെ GPS അവിടെയാണ്, അതിൻ്റെ സിഗ്നൽ അവസാനമായി കാണുന്നത്, നമ്മുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണുന്നത്. ആ വാശി പിടിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്രവർത്തകരുടെ നിർദ്ദേശവും രാഘവട്ടം MP വന്ന സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളും അവിടെ തെരച്ചിൽ നടത്തുന്ന വാശി പിടിച്ച ആളുകളാണ്. അപ്പോഴും കർണാടകത്തിലെ ഭരണകൂടം, കർണാടക നിയോഗിച്ച ടീമുകളൊക്കെ ഇത് പുഴയിലാണ്, ഗംഗാവളി പുഴയിലാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ ഫൈറ്റ് ചെയ്ത് ആ സ്ഥലങ്ങളിൽ 3 ദിവസം തെരച്ചിൽ നടത്തിയപ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സിഗ്നലുകളൊക്കെ ലഭിച്ചുവെങ്കിലും നിരാശപ്പെടുത്തി നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ വന്ന സമയത്ത് തന്നെ ഈ സ്ഥലം നിങ്ങളൊന്ന് തെരച്ചിൽ നടത്താൻ അനുവദിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായും വളരെ നന്ദി.